പശ്ചിമബംഗാളിലെ മുഖ്യമന്ത്രി ആരാണെന്ന് ഇന്നറിയാൻ ഇന്ന് വൈകുന്നേരം 4 മണിക്ക് ചേരുന്ന ബിജെപിയുടെ നിയമസഭാ കക്ഷി യോഗത്തിൽ നേതാവിനെ തെരഞ്ഞെടുക്കും. സുവേന്ദു അധികാരി, അഗിമിത്ര പോൾ, രൂപ ഗാംഗുലി തുടങ്ങിയ പേരുകളാണ് ഇപ്പോൾ പരിഗണനയിൽ ഉള്ളത്. അതിനിടെ സംസ്ഥാനത്ത് തൃണമൂൽ കോൺഗ്രസ് ബിജെപി ഏറ്റുമുട്ടൽ തുടരുന്നുവെന്നും ഞങ്ങളുടെ ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നു. ശ്രീനാഥ് ചന്ദ്രൻ കൊൽക്കത്തയിൽ നിന്ന് ചേരുകയാണ്. ശ്രീനാഥ്, ക്രമസമാധാന പാലനം ബംഗാളിൽ ഇപ്പോൾ വലിയൊരു കീറാമുട്ടിയായി മാറിയിട്ടുണ്ടോ? ഗുഡ് മോർണിംഗ്. വെരി ഗുഡ് മോർണിംഗ്. എസ്കെൻ പറഞ്ഞത് സത്യമാണ്. കാരണം ബംഗാളിൽ ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണ സമയത്തും വോട്ടെടുപ്പ് ദിനവും അതിനുശേഷവും എന്തിന് വോട്ടെണ്ണി തീർന്നിട്ട് പോലും ഈ അക്രമ സംഭവങ്ങൾ അവസാനിക്കുന്നില്ല. അതിന്റെ ഏറ്റവും ഒടുവിൽ ഇപ്പോൾ സുവേന്ദു അധികാരി എന്ന BJP മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കുന്ന നേതാവിന്റെ പേഴ്സണൽ അസിസ്റ്റന്റിന്റെ കൊലപാതകം നമ്മൾ കണ്ടു. അതിനുശേഷവും സംഘർഷമുണ്ട്. പലയിടത്തും BJP തൃണമൂൽ പ്രവർത്തകർ ഏറ്റുമുട്ടുന്നു, റോഡ് ഉപരോധിക്കുന്നു. അങ്ങനെ സംഘർഷം വ്യാപിക്കുകയാണ്. RG കർ മെഡിക്കൽ കോളേജിൽ കൊല്ലപ്പെട്ട അഭയയുടെ അമ്മ പാനിഹട്ടിയിൽ നിന്ന് മത്സരിച്ച് വിജയിച്ചിരുന്നു. അവരുടെ വീടിനടുത്ത് വെച്ച് ഒരു ബോംബ് സ്ഫോടനം ഉണ്ടാകുകയും 5 BJP പ്രവർത്തകർക്ക് പരിക്കേറ്റതും കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ്. അങ്ങനെ വലിയ ക്രമസമാധാന പ്രശ്നം ബംഗാളിലുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതേസമയം പുതിയ സർക്കാരിന്റെ അധികാരമേൽക്കൽ അതിപ്പോൾ നാളെയാണ്. നാളെ രാവിലെ 10 മണിക്ക് കൊൽക്കത്തയിലെ ബ്രിഗേഡ് പരേഡ് ഗ്രൗണ്ടിൽ വെച്ച് സത്യപ്രതിജ്ഞ നടക്കും. പക്ഷെ ആരാണ് മുഖ്യമന്ത്രി സത്യപ്രതിജ്ഞ ചെയ്യാൻ പോകുന്നത് എന്നതറിയാൻ നമുക്ക് വൈകിട്ട് 5 മണിവരെ കാത്തിരിക്കേണ്ടി വരും. കാരണം 4 മണിയോടെ നിയമസഭാ കക്ഷി യോഗം ചേരുന്നു. കേന്ദ്ര നിരീക്ഷകനായി എത്തുന്ന കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായാണ് ആ യോഗത്തിന് അധ്യക്ഷത വഹിക്കുന്നത്. ഒഡീഷ മുഖ്യമന്ത്രി കൂടി ഈ യോഗത്തിൽ പങ്കെടുക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അദ്ദേഹം ഇന്നലെ രാത്രിയോടെ തന്നെ കൊൽക്കത്തയിലേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ട്. സുവേന്ദു അധികാരിയുടെ പേര് തന്നെയാണ് പ്രധാനമായും കേൾക്കുന്നത്. അതിനുള്ള കാരണം അദ്ദേഹമാണ് ഈ തെരഞ്ഞെടുപ്പിൽ BJPയെ മുന്നിൽ നിന്ന് നയിച്ച നേതാവ്. കഴിഞ്ഞ തവണ ദേശീയ നേതാക്കളായിരുന്നു കൂടുതലായി ഈ പ്രചാരണത്തിന്റെ നേതൃത്വം ഏറ്റെടുത്തിരുന്നെങ്കിൽ ഇത്തവണ സംസ്ഥാന നേതാക്കൾക്ക് കൂടുതൽ അവസരമുണ്ടായിരുന്നു. സുവേന്ദുവിന്റെ മുഖമാണ് പൊതുവെ എല്ലായിടത്തും കണ്ടത്. മാത്രമല്ല, മമതാ ബാനർജിയെ ഭവാനിപ്പൂരിൽ തോൽപ്പിച്ചു എന്നതുകൂടി അദ്ദേഹത്തിന് ഒരു അഡ്വാൻറ്റേജ്, ഒരു മേൽക്കൈ നൽകുന്നുണ്ട്. അതേസമയം ഒരുപക്ഷെ ഒരു വനിതയെ മുഖ്യമന്ത്രിയാക്കിയാലോ എന്ന് BJP ആലോചിച്ചാൽ അഗ്നിമിത്ര പോളുണ്ട്. BJP സംസ്ഥാന വൈസ് പ്രസിഡന്റാണ്. ഒപ്പം രൂപ ഗാംഗുലി ഉണ്ട്. നമുക്കറിയാം, ഈ മഹാഭാരതം സീരിയലിൽ ദ്രൗപദിയായി അഭിനയിച്ചിട്ടുള്ളതാണ് രൂപ ഗാംഗുലി. മാത്രമല്ല മുൻ രാജ്യസഭാ അംഗമാണ്. അങ്ങനെ പല തരത്തിൽ അവർ കൂടി ഈ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടുന്നുണ്ട്. കഴിഞ്ഞ തവണ BJPയെ മുഖ്യപ്രതിപക്ഷമായി മാറ്റുന്നതിൽ ദിലീപ് ഘോഷിന് വലിയ പങ്കുണ്ടായിരുന്നു. അദ്ദേഹത്തെയും പരിഗണിച്ചേക്കാം. ഒപ്പം സംസ്ഥാന അധ്യക്ഷൻ സാമിക് ഭട്ടാചാര്യ, അദ്ദേഹവും ഒരു ക്ലെയിം ഉന്നയിക്കുന്നുണ്ട് എന്നതാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെ പല പേരുകൾ. പക്ഷേ സമീപകാലത്ത് പല സംസ്ഥാനങ്ങളും, ഇപ്പോൾ മധ്യപ്രദേശിലായാലും രാജസ്ഥാനിലൊക്കെ ആയാലും അവസാന നിമിഷം പുതിയൊരു സർപ്രൈസ് മുഖ്യമന്ത്രി വരുന്നത് BJPയുടെ കാര്യത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. മോഹൻ യാദവിന്റെ പേര് മധ്യപ്രദേശ് തെരഞ്ഞെടുപ്പ് കാലത്ത് അവിടെ മൊത്തം സഞ്ചരിച്ചിട്ടും എവിടെയും ആരെങ്കിലും എടുത്തു പറയുന്നതായി ഞാൻ കണ്ടിരുന്നില്ല. പക്ഷേ അവസാനം മുഖ്യമന്ത്രി ആയത് മോഹൻ യാദവാണ്. അങ്ങനെ എന്തെങ്കിലും ഒരു സർപ്രൈസ് ബംഗാളിൽ വരുമോ എന്നതും അറിയില്ല. അതെന്തായാലും ഇന്നിപ്പോൾ വൈകിട്ടാണ് നിർണായകമായ BJPയുടെ നിയമസഭാ കക്ഷി യോഗം. ശ്രീനാഥ് ചന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. പശ്ചിമ ബംഗാളിൽ ഒരു വനിതാ മുഖ്യമന്ത്രി വരുന്ന കാര്യവും BJPയുടെ സജീവ പരിഗണനയിലുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.